ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. എല്ലാവർക്കും എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. അവരുടെ ഡ്രീംസിലേക്കെല്ലാം ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റട്ടെ, അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് നേരുന്നു. മെനി മോർ ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഇപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുള്ളൊരു ഫിലിമാണ് മിഥുൻ മാനുവൽ ഡയറക്റ്റ് ചെയ്ത ഓസ്ലർ, എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന സിനിമ. ജയറാമേട്ടൻ്റെ ആക്ച്വലി ജയറാമിന് ഒരു കുറേ നാളുകൾക്ക് ശേഷം ഒരുപാട് ഫ്ലോപ്പ് തന്നിട്ട് ആക്ച്വലി ഇതൊരു കയറി വരാനിട ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു സിനിമയും കൂടെ. ബിക്കോസ് അഞ്ചാം പാതിക്ക് ശേഷം മിഥുൻ മാനുവൽ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്നത്. അതിന് മുന്നേ മൂന്ന് സിനിമയുടെ സ്റ്റോറി എഴുതിയായിരുന്നു. ഫീനിക്സ്, ടെർബോ, പിന്നെ ഗരുഡൻ. അപ്പം ഈ മൂന്ന് സ്റ്റോറിയാണ് ഫസ്റ്റ് മിഥുൻ മാനുവൽ കൊണ്ടുവന്ന് ഓരോരുത്തർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തത്. സോ മിഥുൻ മാനുവൽ ചൂസ് ചെയ്ത ഓസ്ലർ എന്ന് പറയുന്ന സിനിമയാണ് പുള്ളിക്കാരൻ ഡയറക്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. പിന്നെ ഇതിലൊരു മമ്മൂട്ടി ഗസ്റ്റ് റോളായിട്ട് വരുന്നതോ മെയിൻ റോളായിട്ട് വരുന്നു എന്നൊക്കെ ഒരുപാട് റൂമേഴ്സ് കേൾക്കാം. ഉള്ളതാണോ ഇല്ലെന്ന് ട്രെയിലർ കണ്ടിട്ട് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ ട്രെയിലർ റിയാക്ഷൻ ബേബി. നിനക്കിരിക്കൊരു സ്ഥലം തന്നിട്ടില്ലേ? അവിടെ ഇരുന്നാ പോരെ. പറയിപ്പിക്കണ്ടെന്നെ കൊണ്ടൊന്നും. എന്തിനാണ് സാറേ ഇവനൊക്കെ ഇങ്ങനെ കാശ് ചെലവാക്കി ഫുഡ് വാങ്ങി കൊടുക്കുന്നത്? സാറ് വാങ്ങി തന്നെ ഫുഡ് കഴിക്കുമ്പോൾ എനിക്കല്ല വിഷമമുണ്ട്. പക്ഷെ സാറ് മാസം കൊണ്ടുവന്നി ഹോട്ടൽ ഫുഡ് മാത്രമേ ഉള്ളൂ എനിക്ക് പുറലോകമായ ആയിട്ടുള്ള ബന്ധം. അഞ്ചാം പാതിര. ഒരേ തൂവൽ പക്ഷികളാണല്ലോ. സിദ്ദിഖ് ആ ഒരു ട്രെയിലറിൻ്റെ ഗുമ്മ എന്നെ ആക്ച്വലി നല്ലോണം മാറിയിട്ടുണ്ട്. യെസ്, സിദ്ദിഖിൻ്റെ വോയിസ് ഉണ്ട്. അയ്യോ, അങ്ങനെ ഒരു വേറെ ലെവൽ മനുഷ്യനാണ് സിദ്ദിഖ്, എടുത്തു പറയണം. ഭൂതകാലവുമായി താൻ പൊരുത്തപ്പെട്ടാൽ മാത്രമേ തൻ്റെ ഈ ഉറക്കമില്ലായ്മയിൽ നിന്നും തനിക്കൊരു മോചനമുള്ളൂ. തൻ്റെ ഇൻസോമിനിയ ക്രോണിക് ആയിട്ടുണ്ട് ഇപ്പോൾ. ഇൻസോമിനിയ, ഉറക്കമില്ലായ്മയാണ് ജയറാമിൻ്റെ അസുഖം. ഒബ്വിയസ്ലി എല്ലാത്തിലും ഒരു വീക്ക്നെസ്. നന്നായിട്ട് പേടിപ്പിക്കാതെ ഒരുമാതിരി പ്രേതങ്ങളുടെ ശബ്ദം പോലെ. എനിത്തിങ് ക്യാൻ ഹാപ്പൻ ടു എനിവൺ എനി ടൈം അല്ലേ? ജീവിച്ചു മതിയായ ഒരു മനുഷ്യനെ നമ്മളിനി എന്ത് പറഞ്ഞ് ഭയപ്പെടുത്താൻ? അയാളുടെ കണ്ണുകളിലുണ്ടല്ല. ദൈവവും പരദീസയുമെല്ലാം എന്നേ കൈവിട്ടവരാണ് നമ്മൾ. നരകങ്ങളുടെ ആഴക്കയങ്ങൾക്ക് പോലും വേണ്ടാത്തത് നമ്മുടെ ശാപമോക്ഷത്തിനായി ഒടുക്കം ചെകുത്താൻ തന്നെ നേരിട്ടിറങ്ങിയല്ലോ. എൻ്റെ മോനെ, അതിൽ മമ്മൂട്ടിയുടെ ഒരു സംഭവം ഇതുവരെ കാണിച്ചിട്ടില്ല. പക്ഷെ മമ്മൂട്ടി സിനിമയിലുണ്ട്. അപ്പിയറൻസെങ്കിലും കാണും, ഗസ്റ്റ് അപ്പിയറൻസെങ്കിലും കാണാതിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. മേ ബി കാണും, പക്ഷെ ആക്ച്വലി ഉണ്ട്. പിന്നെ അതിൻ്റെ പോസ്റ്ററും സംഭവങ്ങളൊന്നും ഇപ്പോൾ റിവീൽ ചെയ്യേണ്ട എന്നുള്ളൊരു ഇതിലാണ് ഇപ്പം ജയറാമും മിഥുൻ മാനുവലും ഇപ്പോൾ ഇരിക്കുന്നത്. അയാളുടെ കയ്യിലുണ്ടെങ്കിലും ഒരു ഡെവിൾസ് ഓൾട്ടർനേറ്റീവ്. ജാനുവരി 11 പടം. ഓക്കെ, അപ്പം ട്രെയിലർ വലിയ ബൊമ്മൊന്നും ഇല്ലെങ്കിൽ പോലും ഓക്കെ, കുഴപ്പമില്ല. ബട്ട് സിനിമ കണ്ടാലും നമുക്ക് എത്രത്തോളം അതിൽ ത്രില്ലിങ് കിട്ടുമെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ മിഥുൻ മാനുവലിൻ്റെ സ്റ്റോറി, മിഥുൻ മാനുവലിൻ്റെ സ്റ്റോറി അല്ല, സ്റ്റോറി വേറെ ആരുടെയാണ്, മിഥുൻ മാനുവലിൻ്റെ ഡയറക്ഷനാണ്. സോ അഞ്ചാം പാതിര ഓൾറെഡി ഒരു നോവലിൽ നിന്നുള്ള ഒരു അവിടെ നിന്ന് ഇങ്ങോട്ട് വലിക്കുക എന്നുള്ള ഒരു ഇഷ്യൂ ഇപ്പം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ആറാം പാതിരയും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മേ ബി വേറെ ആളുടെ സ്റ്റോറിയാണ്. സോ ഇഷ്യൂസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഒരു ക്രൈം ത്രില്ലറിനൊരു വലിയൊരു ബുമ്മൊന്നും എനിക്ക് കിട്ടിയില്ല.
പക്ഷെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്തോ ഒരു ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ജയറാമിന്റെ പെർഫോമൻസ് വെച്ച് ഇത്തവണ ജയറാം ഇതുവരെ ചെയ്തൊരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റോൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിലും ജയറാമിന് ഒരു വെറുപ്പീര്, ആ ഒരു ഏറ് കൊടുത്തവും ആ ഒരു വെറുപ്പീരൊന്നും ഞാൻ കണ്ടില്ല. അതൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആണ് ആക്ച്വലി. പിന്നെ അനശ്വരയുടെ ഒരു കട്ട കംബാക്ക് ആയിരുന്നു നേരെന്ന് പറഞ്ഞില്ല. മേ ബി ഇതിലും അനശ്വരയ്ക്ക് ഒരു ബ്രേക്ക് ത്രൂ ആവാൻ ചാൻസ് ഉണ്ട്. നോക്കാം. ബട്ട് ട്രെയിലർ ഇസ് നോട്ട് വെരി ഇൻട്രസ്റ്റിംഗ്. ബട്ട് ഓക്കെ ഫൈൻ, നമുക്ക് തിയേറ്ററിൽ കണ്ട് നോക്കാം എന്നുള്ള ഒരു സിറ്റുവേഷൻ ട്രെയിലർ എത്തിച്ചിട്ടുണ്ട്. പിന്നെ അറിയാം ജയറാം മാസ്റ്റർ ഇതിന്റെ പ്രൊമോഷനൊക്കെ ചെയ്യാൻ വേണ്ടി ഇരുന്നായിരുന്നു മിനിഞ്ഞാന്ന്. പിന്നെ ആ ഒരു സ്റ്റോറി, ആ പശുക്കളുടെ ആ ഒരു ഇൻസിഡന്റ് എല്ലാം കൂടെ കൊണ്ട് അവർക്ക് അതിന് വരുന്ന തുക, അവർക്ക് ആ ഒരു പശു മേടിക്കാനുള്ളതും അത് മമ്മൂട്ടിയും ഇൻവോൾവ് ചെയ്തിട്ടൊക്കെയാണ് ഇത്ര സംഭവിച്ചത്. ഓക്കെ, എനിവേ ഇറ്റ്സ് വെരി ഗുഡ്. അതിൽ പുള്ളിക്കാരൻ ചെയ്ത് വലിയൊരു കാര്യം തന്നെയാണ്, എടുത്തു പറയണം. ഇൻക്ലൂഡിങ് മമ്മൂട്ടിയും ഒരു തുക കൊടുത്തിട്ടുണ്ട് അവർക്ക്. ഓക്കെ, അപ്പം നോക്കാം. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദിസ് മൂവി എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഗായ്സ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം ആനന്ദ് KC. എല്ലാം ആവട്ടെ. ബൈ.